നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ബയൺ മ്യൂണിക്കിന്റെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിച്ചിരിക്കുന്നു. 16 മത്സരങ്ങൾ തുടർച്ചയായി 16 മത്സരങ്ങൾ ഈ സീസണിൽ അവർ ജയിച്ചുകൊണ്ടേയിരുന്നു. വാട്ട് എ റൺ ഇറ്റ് വാസ്. പക്ഷേ ഒടുവിൽ അതിന് അന്ത്യമായിരിക്കുന്നു. യൂണിയൻ ബെർലിൻ അവരെ 2-2 സമനിലയിൽ കുരുക്കിയിരിക്കുന്നു. മത്സരം അവർ തോൽവിയുടെ വക്കത്തായിരുന്നു. പക്ഷെ അവസാനം ഹാരി കെയ്ൻ ഗോളടിച്ചുകൊണ്ട് അവരെ രക്ഷിച്ചെടുത്തു. അങ്ങനെ അപരാജിത കുതിപ്പ് തുടരുന്നുണ്ട്. പക്ഷേ വിന്നിംഗ് സ്ട്രീക്ക്, വിജയങ്ങളുടെ തുടർച്ച ഇവിടെ അവസാനിക്കുകയാണ്. എന്നാലും എന്തൊരു റണ്ണായിരുന്നു അത്. 16 മത്സരങ്ങൾ ഈ സീസണിൽ അവർ വിജയിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ 2-2 സമനില. ബാഡിന് വേണ്ടി ലൂയിസ് ഡയസും ഹാരി കെയ്നുമാണ് ഗോളുകൾ അടിച്ചത്. മറുഭാഗത്ത് ഡാനിലോ തോയ്ക്കിയാണ് യൂണിയൻ ബെർലിൻ്റെ ഗോൾ കണ്ടെത്തിയത്. ഹാരി കെയ്നും ലൂയിസ് ഡയസും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെയാണ് ബയണിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചത്. പക്ഷേ കളിയുടെ 27ാമത്തെ മിനിറ്റിൽ ഡോയ്ക്കിയിലൂടെ യൂണിയൻ ബെർലിനാണ് ആദ്യം ഗോൾ അടിക്കുന്നത്. ലൂയിസ് ഡയസ് 38ാമത്തെ മിനിറ്റിൽ ആ ഗോൾ തിരിച്ചു കൊടുത്തു. ഇടവേള സമയത്ത് 1-1 സമനിലയായിരുന്നു. രണ്ടാം പകുതിയിൽ 83ാമത്തെ മിനിറ്റിൽ വീണ്ടും ഡാനിൽഹോ ഡോയ്ക്കി ഗോൾ അടിച്ചുകൊണ്ട് യൂണിയൻ ബെർലിനെ മുന്നിലെത്തിച്ചു. അങ്ങനെ ബയണിന് തോൽവി എന്ന് തോന്നിച്ച ഘട്ടത്തിൽ അവസാന നിമിഷം ഹാരി കെയ്ൻ തൻ്റെ ഗോളടി അത് വീണ്ടും അദ്ദേഹം അവിടെ കാണിച്ചു കൊടുത്തു. 2-2 സമനിലയിലേക്ക് കളി പോയി. മത്സരം സമനിലയായി ഓരോ പോയിന്റ് വീതം വെച്ചതോടുകൂടി 10 കളികളിൽ നിന്ന് 28 പോയിന്റ്. നോക്കുക, ഇപ്പോൾ ബൂണ്ടസ് ലീഗിൽ മാത്രം ഈ സീസണിൽ 10 കളികളിൽ 9 ജയിച്ചിട്ടുണ്ട്. ഈ കളി സമനിലയായി 0 തോൽവിയാണ്. അപരാജിത കുതിപ്പ് തുടരുകയാണ്. പക്ഷെ ആ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. 28 പോയിന്റോടെ ബയൺ ഒന്നാമത്, 10 കളി 22 പോയിന്റോടെ RB ലീപ്സിഗാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തുള്ളത്. ഗോളടി ഹാരി കെയ്ൻ്റെ കാര്യം നോക്കുക, 13 ഗോളുകളുമായിട്ട് അദ്ദേഹം കുതിച്ചു പായുകയാണ് ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.